മതപണ്ഡിതന്മാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം കുടുംബങ്ങളിലെയും ഇപ്പോഴത്തെ നടപ്പ് രീതികൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. ഈ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അപകടകരമായ സംഘടനകൾ ഒന്നായി കാണുന്ന സമസ്തയാണ്. കാരണം നമ്മൾ ഈ മതതീവ്രവാദത്തിന്റെ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എപ്പോഴാണ്? അതിന് ചില ഘട്ടങ്ങളുണ്ട്. ആളുകളുടെ മനസ്സിൽ മതചിന്തകൾ വരുന്നു. ഈ മതചിന്ത പിന്നീട് മതമൗലികവാദമായി മാറുന്നു. ആ മതമൗലികവാദമാണ് നാളെ ഭീകരവാദത്തിലേക്ക് പോകുന്നത്. ഈ സമസ്ത പോലെയുള്ള സംഘടനകൾ അവരുടെ പണ്ഡിതർ ചെയ്യുന്ന കാര്യം മൗലികവാദം നമ്മുടെ വീടുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിയെ ആദ്യം തന്നെ ഈ മതപരമായ രീതിയിൽ വിടുന്നു, മതവിദ്യാഭ്യാസം നൽകുന്നു. പിന്നാലെ ഈ വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ കേട്ടോ. ഞാനിത് ഇത്ര ദിവസമായിട്ടും അറിഞ്ഞിരുന്നില്ല. സമസ്തയും സമസ്തയുടെ പണ്ഡിതന്മാരും ഈ പറയുന്ന സമസ്തയുടെ മുഷാവറ അംഗങ്ങളും സമസ്തയുടെ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് ഈ പറയുന്ന കേരളത്തിലെ വീടുകൾ കയറി ഇറങ്ങാണ്. എന്നിട്ട് കയറി ഇറങ്ങാൻ പറയുമ്പോ അതില് മുസ്ലിങ്ങളുടെ വീടുണ്ട്, ഹൈന്ദവന്റെ വീടുണ്ട്, ക്രൈസ്തവന്റെ വീടുണ്ട്, എല്ലാവരും വീടുണ്ട്. അടിച്ചേൽപ്പിക്കുകയാണല്ലോ. ജിഫ്രി തങ്ങളുടെ മുന്നിൽ നിന്ന് നടക്കുകയാണ്. എസ്പെഷ്യലി ഈ പറയുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുടെ വീടുകൾ കയറി അവിടെ ചെന്ന് അവിടെ കുട്ടികളെ എല്ലാവരെയും അടിച്ചേൽപ്പിക്കുകയാണ്. എന്താണ് അടിച്ചേൽപ്പിക്കുന്നത്? ഇവരെ എല്ലാവരും ഒരു ചൂരലെടുത്തിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ചന്തിക്ക് നല്ല പടച്ചുകൊണ്ട് രാവിലെ തന്നെ മദ്രസിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് ഇവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാ, അല്ലെ? അടിച്ചേൽപ്പിക്കുകയാ. ആലോചിക്കണോ? സംഘ് പരിവാർ ഇതില് ഒരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതൊക്കെ അറിയുന്നത് സംഭവം ഈ പറയുന്ന സംഘ് പരിവാർ ചെലവിൽ ഇരുന്നിട്ട് മാക്സിമം എങ്ങനെയാണ് ഒരു ജനതയെ വിഭജിക്കാൻ കഴിയുക. ഇതൊക്കെ കേട്ടിട്ട് ഇവറ്റകൾ പറയുന്നതൊക്കെ അസത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ എന്നാ ഈ പറയുന്നവന് ഇവൻ പറയുന്ന കാര്യം അത് ശരിയാണ് എന്ന് അവന്റെ മനസാക്ഷിയെ തൊട്ട് പറയാൻ കഴിയോ? അത് കഴിയൂല. പക്ഷെ ഇത് എവിടെ നിന്നാ തുടങ്ങുന്നറിയോ? ഇപ്പൊ ഇത്രയും കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം ഇവരുടെ ഈ പറയുന്ന സംഘ് പരിവാറിന്റെ RSSന്റെ പ്രമുഖ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരവകാശപ്പെടുന്നുണ്ടോ? കേരളത്തില് അങ്ങനെ അവകാശപ്പെടാൻ പറ്റിയ ഏതെങ്കിലും സംഘ് പരിവാറുകാരനുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പോ ഈ സംഘ് പരിവാറിന്റെ RSSന്റെ പ്രമുഖ നേതാക്കളൊക്കെ പറഞ്ഞെന്താ, ഇവരെ സ്വയം വിമർശിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടങ്ങളും. എന്താണ്? മുസ്ലിങ്ങള് അവര് രാവിലെ തന്നെ മദ്രസയിലയക്കുന്നു, മതം പഠിപ്പിച്ചു കൊടുക്കുന്നു, അവര് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാല് ഹൈന്ദവർക്ക് അങ്ങനെ പഠിപ്പിക്കാൻ ഒരു സ്ഥലമില്ല. ഇപ്പോ ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തന്നെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഈ പറയുന്ന ഹൈന്ദവ മതം പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇവരുടെ RSS വേദിയിൽ പറഞ്ഞതാണ്. എല്ലായിടത്തും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് മതം പഠിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയതിന്റെ ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടത്. അത് ഇവർ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവര് സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്. മുസ്ലിങ്ങൾ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് നമ്മളും അത് പഠിപ്പിക്കണം, നമ്മുടെ മക്കളെയും അത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഒരു വലിയ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഇത്. ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ ഈ ശ്രമം, ഈ സംഘ് പരിവാറാണ് ഇതിന് മുന്നിൽ നിന്നത്. ഹൈന്ദവർക്ക് മതം പഠിപ്പിക്കാനുള്ള ഭയങ്കര സെറ്റപ്പ് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ സംഘ് പരിവാർ ശ്രമങ്ങള് അത്ര കണ്ടങ്ങ് വിജയിച്ചില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലേറ്റ് മാറ്റില്. അന്ന് മുസ്ലിങ്ങളെ മാതൃകയാക്കണം, അന്ന് മുസ്ലിങ്ങൾ മതം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞവര് ഇന്നത് മാറ്റുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അത് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിന് ഈ പറയുന്ന ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ദീനിന്റെ നിയമങ്ങളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ഒക്കെ പഠനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ അർത്ഥത്തിൽ ഇവരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇവരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് രണ്ടർത്ഥത്തില്. ഒന്ന്, ആശയം പറഞ്ഞ് പ്രത്യയശാസ്ത്രം പറഞ്ഞ് സ്വാധീനിക്കുക എന്നുള്ളത് അത് നടക്കൂല, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ പറയുന്ന
ഒരു വിശ്വാസിയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഇടങ്ങാറുള്ള ഒരു സംഭവം. അപ്പൊ ഇത് രണ്ടും സംഭവിക്കില്ല. ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്താനും പറ്റിയില്ല, ആശയങ്ങളോ ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളോ പറഞ്ഞ് സ്വാധീനിക്കാനും കഴിയില്ല. അപ്പൊ ഇത് രണ്ടും സാധിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു തിരിപ്പ്. മനസ്സിലായില്ലേ? എന്നിട്ട് സമസ്തയുടെ നേതാക്കള് ഇവിടെ ഞാനൊരു കാര്യം ആയിരിക്കട്ടെ, മൗലികമായ ഒരു വ്യക്തിയുടെ എല്ലാ മൗലിക അവകാശങ്ങളും വകവെച്ചു കൊടുക്കുന്ന ഭരണഘടനയുള്ള രാജ്യത്താണ് ഇവിടെ ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ജീവിക്കുന്നത്. അപ്പൊ ഇവന്റെ വർത്താനം നോക്ക് നിങ്ങള്. ആദ്യം മതം പഠിപ്പിക്കും, അത് വിശ്വാസം പിന്നീട് മൗലികവാദമായി മാറും. മൗലിക അവകാശങ്ങൾ, ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങള് അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനയുള്ള നാടാ. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇത് ഇത്ര വലിയ പ്രശ്നമാകുന്നത് എന്താ അറിയോ? എന്തുകൊണ്ടാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഭരണഘടന ഡോക്ടർ അംബേദ്കർ, BR അംബേദ്കർ എഴുതി ഉണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടന ഉണ്ടാക്കാൻ അംബേദ്കറിനെ സഹായിച്ച കായിദേ മില്ലത്ത്. അപ്പൊ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ആ ഭരണഘടന ഉണ്ടല്ലോ, അംബേദ്കറും സംഘവും ഉണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടനയെ ഇവരിപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സംഘപരിവാര്. സംഘപരിവാറിന്റെ ആവശ്യം എന്താ? മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന്. ആലോചിക്കണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. രാജ്യത്ത് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ ഇവരെ പരിപാടി നടക്കൂലതല്ലേ ഉള്ളൂ. കേരളം വിട്ടുകഴിഞ്ഞാല്, നമ്മുടെ സൗത്തും കൂടി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാല് പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജയ് ശ്രീരാം വിളിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ജയ് ശ്രീരാം വിളിക്കാത്തവരെ ആക്രമിക്കുകയാണ്. ഗോമാതാവിനെ പിന്നെ കടത്തി എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ്. പിന്നെ പള്ളികൾക്ക് താഴെ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ തകർക്കുകയാണ്. ആരാ? മതത്തിന്റെ പേരില് എല്ലാം അടിച്ചേൽപ്പിക്കുകയും മതത്തിന്റെ പേരില് ഈ പറയുന്ന അക്രമങ്ങൾ അയച്ചുവിടുകയും മതത്തിന്റെ പേരില് ജനങ്ങളെ അടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ആളുകൾ പറയാണ് സമസ്തയെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നമ്മുടെ മനസ്സില് എന്റെ സമസ്തയും എന്റെ നേതാക്കളും ഒക്കെ രാവിലെ തന്നെ എല്ലാ വീടുകളും കയറി ഇറങ്ങാം. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നിന്ന് ഇതൊക്കെ വരുന്നത്, ഇതൊന്നും നമ്മളിപ്പോ ഇവരോടിപ്പോ നീ സമസ്തയെ കുറിച്ച് പഠിക്ക്, നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ കാരണം? കാരണം അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യങ്ങളില്ലാണ്ടല്ല, അല്ലെങ്കിൽ ഇവര് വിളിച്ചു പറയുന്നത് അസംബന്ധങ്ങളാണ് എന്ന ബോധ്യമില്ലാഞ്ഞിട്ടുമല്ല. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ബോധപൂർവം ഇങ്ങനെ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുകയാ. എന്തിനാ? വെറുപ്പ് അങ്ങ് പടർന്ന് പന്തലിച്ചാൽ ആ സംഘപരിവാറിന് നിലനിൽപ്പുണ്ടെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തേ കേരളത്തിൽ 100 വർഷമായി RSS പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഈ 100 വർഷമായിട്ട് എന്തേ കേരളത്തില് ഈ RSS ഒരു എന്താ പറയണ്ടേ, ചാപ്പിള്ളയായി ജനിച്ച് ചാപ്പിള്ളയായിട്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇന്ന് വരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി RSSന് കേരളത്തിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? ഈ വെറുപ്പിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അവിടെ മാക്സിമം വെറുപ്പ് പടർത്താൻ വേണ്ടിയിട്ട്, കാരണം ഇതിൽ വീണു പോകുന്ന ചില സഹോദരങ്ങൾ ഉണ്ടാവും. അവർക്ക് സമസ്തയെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ സമസ്തയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചോ മദ്രസകളെ കുറിച്ചോ ഒന്നും യാതൊരു ബോധ്യം ഉണ്ടാവില്ല. അങ്ങനെ ബോധ്യങ്ങളില്ലാത്ത ചില ആളുകള്, പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇതിൽ വീണു പോകും അബദ്ധവശാല്. അവരെ അത്തരം ഇനിയിപ്പോ ഒരാളെ കിട്ടിയാൽ ഒരാളെ കിട്ടി എന്നുള്ളതാണ് ഇവന്റെയൊക്കെ ലക്ഷ്യം. ഏത്? സംഘപരിവാർ പാളയത്തിലേക്ക് ഈ വെറുപ്പിന്റെ വക്താവാകാൻ ഒരാളെ കിട്ടിയാൽ മതി. എന്നാൽ ആ ഒരാളിലൂടെ ആ ഒരാളെങ്കിലും ഒരു ലാഭമായി എന്ന് കണക്കുകൂട്ടലാണ് ഇത്തരം വാദങ്ങളുമായിട്ട് ഇറങ്ങുന്നത്, അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ സമസ്തയുടെ മദ്രസയാണെങ്കിലും സമസ്തയുടെ പ്രവർത്തനമാണെങ്കിലും സമസ്തയുടെ പണ്ഡിതന്മാരെ ഈ ഉമ്മത്തിന്റെ ആളുകള്, ഈ ഉമ്മത്ത് അങ്ങോട്ട് തേടി പോവാണ്. എന്തിനാ? ദീന് പഠിക്കാൻ, ദീനിനെ കുറിച്ച് അറിയാൻ, ജീവിതത്തില് മുന്നോട്ടുള്ള ഓരോ ഘട്ടത്തിലും എന്താണ് ഇസ്ലാമിന്റെ വീക്ഷണം എന്നറിയാൻ, സംശയങ്ങൾ വരുമ്പോ സംശയങ്ങൾ ചോദിക്കാൻ, അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലേ?
ഇതിനൊക്കെ വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാർ അങ്ങോട്ട് സമീപിക്കുകയാണ് ചെയ്യുന്നത്. അതിന് സമസ്ത എന്താണ് ചെയ്യുന്നത്? സമസ്തയുടെ തുടക്കം എവിടുന്നാ? ഈ പറയുന്ന ദീന് പഠിക്കാൻ. ഇതിന് ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ഇപ്പൊ ഈ സമസ്തയുടെ നെഞ്ചത്ത് കയറുന്നതിന്റെ പ്രശ്നം എന്താ പ്രശ്നം? അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഈ സംഘ് പരിവാറിന് അറിയാത്ത കാര്യമൊന്നുമില്ല. സംഘ് പരിവാറിന് കേരളത്തിൽ ഉള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സ്ഥിതിവിശേഷവും കേരളം വിട്ടു കഴിയുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോ ഈ കേരളം വിട്ടു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഈ മതവിദ്യാഭ്യാസം ഇല്ലാതെ, ദീനിനെ പഠിക്കാതെ, ദീന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ, ഇതിനൊരു വ്യവസ്ഥാപിതമായ ഒരു ചട്ടക്കൂടില്ലാതെ, ഈ മദ്രസന്റെ സംവിധാനവും ഈ മദ്രസ ബോർഡും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നൊക്കെ പറയുന്ന ബോർഡും ഇത്തരത്തിൽ അതിന്റെ ഉള്ളിൽ ഒരു സിലബസും അതിന്റെ ഉള്ളിൽ പാഠപുസ്തകങ്ങളും അതില് ഓരോ പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണ്, 1-ാം ക്ലാസ്സിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, 2-ൽ എന്താ പഠിപ്പിക്കേണ്ടത്, 3-ൽ എന്താ പഠിപ്പിക്കേണ്ടത്, കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലുള്ള സിലബസ് ചട്ടക്കൂടുകൾ പ്രകാരം ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ കേരളപ്പെട്ടാൽ ആളില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയ ദുസ്സഹമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിലാക്കണം. അപ്പോ അത് ഇവർക്കറിയാം. ഇതില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമുദായത്തെ ഇവർക്ക് ഭയപ്പെടുത്തിയെങ്കിലും കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെത്തുമ്പോ മുസ്ലിം സമുദായത്തിൽപ്പെടുത്ത ഒരുത്തനെ പോലും ഭയപ്പെടുത്താൻ കഴിയുന്നില്ല. ആ ഭയപ്പെടുത്താൻ കഴിയാത്തത് എന്താ? ഇപ്പൊ സമസ്തന്റെ കയ്യിൽ വലിയ തോക്കും പീരങ്കിയൊക്കെ ഉണ്ടായിട്ടാണോ? അല്ല, വിശ്വാസം. ആ വിശ്വാസം അത്രമാത്രം അചഞ്ചലമായ വിശ്വാസം ഉള്ളതുകൊണ്ടാ. നട്ടലിനേക്കാൾ ഉറപ്പുള്ള വിശ്വാസം ഓരോ മുസ്ലിമിന്റെയും ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത്. ആ വിശ്വാസം ശയിക്കുമ്പോഴാ എന്ത് വരുന്നത്? ഈ വലിയ രീതിയിലുള്ള അടിമത്തത്തിലേക്ക് പോകേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മുടെ മദ്രസയിൽ എന്താ? ഇപ്പൊ എന്റെ കുട്ടീനെ മദ്രസയിൽ വിടണമെന്ന് ഏതെങ്കിലും സംസ്ഥയുടെ നേതാവ് എപ്പോഴെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കുട്ടീനെ നീ നിർബന്ധമായിട്ടും മദ്രസയിൽ വിടണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോയി മദ്രസയിൽ ഇരുത്തും. ഉണ്ടോ? ഇനി മദ്രസയിലെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിത് പറയാതെ മുന്നോട്ട് പോകാനില്ല. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ഇവന് ഇതൊക്കെ എന്തിനാ പറയുന്നത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. എന്നാൽ അറിയാത്ത ആളുകളുണ്ടോ? ഈ പറയുന്ന ആളുകൾ പറയുന്നത് വിശ്വസിച്ച് പോകുന്ന ബോധ്യങ്ങളില്ലാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മദ്രസയില് ഇപ്പൊ നമ്മുടെ മകൻ, ഇപ്പൊ എന്റെ മകൻ മദ്രസയിൽ പോകുന്നു, 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നു. മദ്രസ ആരംഭം വിടുന്ന 1-ാം ക്ലാസ് മുതൽ. ആദ്യം പോയ ഉടനെ എന്താ പഠിപ്പിക്കുന്നത്? അദബുൻ എന്ന് പറഞ്ഞാൽ അലിഫുൻ അദബുൻ അല്ലേ? അത് കഴിയുമ്പോ രണ്ടാമത് പഠിക്കും എന്നിട്ട് ബൈത്തുൻ പഠിപ്പിക്കും അല്ലേ? ഇനി അത് കഴിയുമ്പോഴോ ഈ 1-ാം ക്ലാസ്സിലും ഈ മുന്നോട്ടുള്ള ഓരോ ക്ലാസ്സുകളിൽ ഇത്തരത്തിൽ അക്ഷരങ്ങൾ, അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാ അല്ലേ? 5 നേരത്തെ നിസ്കാരം നിർബന്ധ. ഈ 5 നേരത്തെ നിസ്കാരത്തില് ഫാത്തിഹ, ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതണമെന്നുള്ളത് നിർബന്ധ. ഈ ഫാത്തിഹ മഖ്റജ് തെറ്റാതെ, തജ്വീദ് കൃത്യമായി പാലിച്ചുകൊണ്ട് ആ ഫാത്തിഹ ഓതണം എന്നുള്ളത് നിർബന്ധ. ആ ഫാത്തിഹ തെറ്റിയാ നിസ്കാരം തെറ്റു. ഫാത്തിഹ ശരിയായിട്ടേ നിസ്കാരം ശരിയാവില്ല. അപ്പോ മലയാളിയായിട്ടുള്ള കേരളത്തിലെ മുസ്ലിമിന് അറബി പഠിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ കേരളത്തില് നമ്മള് പലപ്പോഴും ഇവിടെ എന്തിന് ഇപ്പൊ നമ്മളെ എന്താ പറയാ 10-ാം ക്ലാസ്സും മദ്രസയിൽ 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ ആളുകള് അവന് അറബി വായിക്കാനറിയാം, അറബി എഴുതാനറിയാം, ഫാത്തിഹ തെറ്റില്ലാതെ ഓതാനറിയാം, ഖുർആന് തെറ്റില്ലാതെ ഓതാനറിയാം. അത് നിങ്ങൾക്കറിയാം. എന്നാ അറബി അത്ര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുമോ? സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ഈ അറബി ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്തിനാ? ഖുർആൻ അറിയാൻ വേണ്ടിയിട്ട്.
അപ്പൊ മദ്രസകളിൽ എന്താ ചെയ്യുന്നത്? ഇതുപോലെ പഠിപ്പിക്കുന്നു, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, തജ്വീദ് പഠിപ്പിക്കുന്നു. പിന്നെ അതിന് പുറമെ നിസ്കാരത്തെ കുറിച്ചും എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു, നിസ്കരിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, നിസ്കരിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, സകാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, സ്വതക്ക കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അല്ലെ? ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, രോഗിയെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അല്ലെ? ഇനി അവിടെ അങ്ങോട്ട് തീയോ? ഇല്ല. പിന്നെന്തൊക്കെ പഠിപ്പിക്കും? ചെരുപ്പ് എങ്ങനെ ഇടണം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കും, വസ്ത്രം എങ്ങനെ ധരിക്കണം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കും, അല്ലെ? ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കും, വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. ഇനി ഒരു ഹൈന്ദവ സഹോദരനെ കണ്ടാൽ നിന്റെ അയൽവാസിയായ ഹൈന്ദവനോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കുന്നത്? നിന്റെ അയൽവാസി അല്ലെങ്കിൽ നിന്റെ നാട്ടില് അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരില് ഒക്കെ ഒരു ഹൈന്ദവ സുഹൃത്തുണ്ടെങ്കിൽ അവനെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നാ പഠിപ്പിക്കുന്നത്? കണ്ട ഉടനെ കയറി അറ്റാക്ക് ചെയ്യണം എന്നാണോ പഠിപ്പിക്കുന്നത്? ആണോ പഠിപ്പിക്കുന്നത്? നിന്റെ അയൽവാസി പട്ടിണിയാണ് കിടക്കുന്നതെങ്കിൽ നീ അവനെ ചേർത്ത് നിർത്തണമെന്ന് പഠിപ്പിക്കുന്നു. നിന്റെ അയൽവാസി എന്താ പറയേണ്ടത്? ഹൈന്ദവനായ നിന്റെ അയൽവാസി പട്ടിണി കിടക്കാണ്, ക്രൈസ്തവനായ നിന്റെ അയൽവാസി പട്ടിണി കിടക്കാണ്, അല്ലെങ്കിൽ മുസ്ലിമായ നിന്റെ അയൽവാസി പട്ടിണി കിടക്കാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായ ഒരു വ്യക്തി നിന്റെ അയൽപക്കത്ത് പട്ടിണി കിടക്കാണ്. അപ്പൊ എന്താ? അപ്പൊ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നീ മുസ്ലിം അല്ല എന്നാ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അല്ലാതെ നിന്റെ മുസ്ലിമായ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ ഭക്ഷണം കഴിച്ചാൽ നീ മുസ്ലിം അല്ല എന്നാണ് പഠിപ്പിച്ചത്. അല്ല, നിന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണല്ലോ, മൃഗം അതിന്റെ അയൽവാസി തന്നെയല്ലല്ലോ കൂട്ടുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ട് നിന്റെ അയൽപക്കത്ത്, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നീ മുസ്ലിം അല്ല എന്നാ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതിനപ്പുറം ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച്, മദ്യത്തെ കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ച്, പലിശയെ കുറിച്ച്, അല്ലേ? കൊലപാതകത്തെ കുറിച്ച്, മോഷണത്തെ കുറിച്ച്, ഇതൊക്കെ നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നു. ഈ പറയുന്ന അവസ്ഥയുടെ നേതാക്കളാരും ഇപ്പൊ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോലും കയറിയിട്ട് ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടില്ല നിന്റെ മോനെ നീ മദ്രസയ്ക്ക് വിടണമെന്ന്. പറഞ്ഞിട്ടില്ല ജിഫ്രി തങ്ങള് അങ്ങനെ ആരോടും നിന്റെ വീട്ടില് നീ 5 വക്ത് നിസ്കാരം നിർബന്ധമായിട്ട് നീ നിസ്കരിച്ചോളണം ആരോടും അടിച്ചേൽപ്പിച്ചില്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? നീ 5 വക്ത് നിസ്കരിക്കണം, നീ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുത്തനെയും അതിനു വേണ്ടിയിട്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരെയും നിർബന്ധിച്ചിട്ടില്ല, ഒരാളെയും നിർബന്ധിക്കുകയില്ല. അതിനിപ്പോ മുസ്ലിമായി ജനിച്ചത് കൊണ്ട് നീ നിന്റെ മകനെ മുസ്ലിമായി ജനിക്കുക എന്ന് പറഞ്ഞാല് അതിന് 2 തലങ്ങളുണ്ട് കേട്ടോ. പേര് കൊണ്ട് മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് നീ നിന്റെ മകനെ മദ്രസയിൽ നിർബന്ധമായും പറഞ്ഞു വിടണം, അങ്ങനെ ഉണ്ടോ? ഞാൻ അങ്ങനെ പറയാൻ കാരണം മുസ്ലിമായിട്ട് ജനിച്ചു എന്ന് പറയണമെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ പേര് കൊണ്ട് വേണമെങ്കിൽ മുസ്ലിമായിട്ട് ജനിക്കാം, അല്ലെങ്കിൽ പേര് കൊണ്ട് ഒരു മുസ്ലിമിന്റെ മകനായിട്ട് ജനിക്കാം, അല്ലെ? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തരം സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇനി നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇവൻ ഇമാതിരി വർത്തമാനം പറഞ്ഞില്ലേ? നിങ്ങൾ ജിഫ്രി തങ്ങളുടെ സംസാരത്തില്, സമസ്തയുടെ പണ്ഡിതന്മാരുടെ സംസാരത്തില് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമസ്ത എന്ന് പറയുന്ന വലിയ മഹത്തായ പ്രസ്ഥാനം നിലകൊണ്ടിട്ട് 100-ലേറെ വർഷങ്ങൾ പിന്നിട്ട് സമസ്തയുടെ പല പണ്ഡിതന്മാര്, മുൻകഴിഞ്ഞ പണ്ഡിതന്മാര്, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവര്,
അവരുടെയൊക്കെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഈ വേട്ടാവളിയം പറഞ്ഞതുപോലെയുള്ള സംസാരം എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് കേൾക്കൂല. എന്താ കാരണം? അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ പാരമ്പര്യവും ഇസ്ലാമിന്റെ ചര്യയും ഇസ്ലാമിന്റെ രീതികളും അതായതുകൊണ്ടാ. ഇന്ന് വരെ അത് കേൾക്കൂല, അമ്മാതിരി ഒരു വർത്താനം പറയില്ല. അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. ദീന് പഠിച്ചതുകൊണ്ട്, ഇസ്ലാമിനെ പഠിച്ചതുകൊണ്ട്, ഇസ്ലാമിനെ കുറിച്ചുള്ള അഗാധമായിട്ടുള്ള ആഴത്തിലുള്ള അറിവുള്ളത് കൊണ്ട് അവരുടെ വായിൽ നിന്നൊന്നും ഇത് കേൾക്കൂല. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരം ആളുകള് ഇവരൊന്നും വേറൊരു പണിയൊന്നുമില്ല. ഇവനെ സംഘപരിവാരം എന്തിനാ ഈ ജനം ടിവിയിൽ പിടിച്ചിരുത്തിനെന്നറിയോ? ഇങ്ങനത്തെ വർത്താനം പറയാനാ. ആ പറഞ്ഞാലേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. അത് പറഞ്ഞില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂല. അവന് നക്കണമെങ്കിൽ ഇമാതിരി വർത്താനം പറയണം എന്നുള്ളതാ. അതുകൊണ്ട് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നേതൃത്വം നൽകുന്ന സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നീ നിമിഷം വരെ ഒരുത്തരോട് പറഞ്ഞില്ല നിന്റെ മക്കളെ നീ മനസ്സ് പറഞ്ഞു കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. ഇവിടെ ഒരു രീതിയിലുള്ള നിർബന്ധം ആർക്കുമില്ല. പിന്നെ എന്താണ് ഇവരിതൊക്കെ പ്രചരിപ്പിക്കുന്നത്? അത് അവരുടെ ഒരു ഭയം. കാരണം ആ മതം പഠിച്ച് മദ്രസയിൽ പോയി ദീനിനെ പഠിച്ച് ഇസ്ലാമിനെ പഠിച്ച് ഇതിന്റെ നിയമങ്ങൾ പഠിച്ച് 5 നേരത്തെ നിസ്കാരം പഠിച്ച് നോമ്പ് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു മുസ്ലിമിനെ ഒരർത്ഥത്തിലും ഒരു ഈലാരക്കം കൊണ്ട് പോലും ഭയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള അവന്റെ തിരിച്ചറിവ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ്, അവന്റെ നട്ടെല്ലിനേക്കാൾ ബലം അവന്റെ വിശ്വാസത്തിനുണ്ട് എന്നുള്ള അവരുടെ തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്.